Next day, page number 187. During these journeys, Ashoka would meet the common people and listen to their troubles. He would also teach them, saying, "You can find happiness if you live a truthful and correct life." അദ്ദേഹം പറഞ്ഞു, നമ്മൾ പറഞ്ഞു എന്താ അദ്ദേഹം തീരുമാനിച്ചെന്തായിരുന്നു? Kalinga war changed Akbar's character, Akbar's life. Then he said, "My heart is full of sorrow." അല്ലെ, my heart is full of sorrow, and pain. Misery and pain and misery I have caused. ഞാൻ കാരണം ഉണ്ടാക്കിയ ഈ നിങ്ങൾക്കുള്ള ഈ ബുദ്ധിമുട്ടിലൊക്കെ സോറി. എന്താ ഞാൻ ഇനി ഇതൊക്കെ I am going to give up the battle. ഞാൻ യുദ്ധം അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് എങ്ങോട്ട് പോവുക? I am coming to your heart. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. അങ്ങനെ അദ്ദേഹം പറയാണ് എന്താ? During these journeys, Ashoka would meet the common people. അങ്ങനെ അദ്ദേഹത്തിന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹം ഒരുപാട് ആൾക്കാരെ അശോക continuing his journeys and meet many common people, meet with common people and listen their troubles. കുറെ സാധാരണ ആൾക്കാരെ അദ്ദേഹം പരിചയപ്പെട്ടു. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? അദ്ദേഹം അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചു. ഓരോ ആൾക്കാരെ കാണുമ്പോൾ അവർക്കുള്ള ഓരോ ബുദ്ധിമുട്ടും അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം അവരോട് പറയണം എന്താ? You can find happiness. നിങ്ങൾക്ക് സന്തോഷം കണ്ടുപിടിക്കാൻ പറ്റും. എപ്പം? If you live a truthful and correct life. നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും. എങ്ങനെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുക? നിങ്ങൾ സത്യമായി ജീവിച്ചാൽ, അതായത് തെറ്റ് ചെയ്യാതെ സത്യസന്ധമായി ജീവിച്ചാൽ, അതുപോലെ നല്ല കറക്റ്റ് ലൈഫ്, അതായത് ശരിയായ ജീവിതം നിങ്ങൾക്ക് നയിച്ചാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? ശരിയായ ജീവിതം നയിക്കുകയോ അല്ലെങ്കിൽ സത്യസന്ധമായ വഴിയിലൂടെ നീങ്ങിയാൽ യു ക്യാൻ ഫൈൻഡ് ട്രൂത്ത്. നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? യു ക്യാൻ ഫൈൻഡ് ഹാപ്പിനെസ്. നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. ആര് പറഞ്ഞു കൊടുത്തു? അശോക പറഞ്ഞു കൊടുക്കാണ്. അശോക എന്താ പറഞ്ഞത്? ഇഫ് യു ക്യാൻ ഫൈൻഡ് ഹാപ്പിനെസ്, നിങ്ങൾക്ക് സന്തോഷം കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇഫ് യു ലിവ് ട്രൂത്ത്ഫുൾ, നിങ്ങൾ സത്യസന്ധമായി ജീവിക്കണം. ഇഫ് യു ലൈഫ് ട്രൂത്ത്ഫുൾ ആൻഡ് കറക്റ്റ് ലൈഫ്, നിങ്ങൾ നന്നായി ശരിയായ ജീവിതത്തിൽ ശരിയായ രീതിയിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? സന്തോഷിക്കാൻ പറ്റും. In order to spread the teachings of the Buddha, Ashoka built pillars in many parts of his temple. On these stone pillars, the message of Buddhism was carved for all to read. At many important Buddhist centers, he built stupas. The most famous of these stupas is Sanchi near Bhopal. Ashoka sent preachers to other countries like Sri Lanka and Myanmar. The people of these countries became followers of Buddhism. In course of time, Buddhism became the most popular religion in Asia. അപ്പം നമ്മുടെ ആരായിരുന്നു? അശോക പറയാണ്, ഞാൻ യുദ്ധമൊക്കെ അവസാനിപ്പിച്ചു. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരികയാണ് അല്ലെ? ഞാൻ യുദ്ധമൊക്കെ അവസാനിപ്പിച്ചു. ഞാൻ കാരണം ഉണ്ടായല്ല. നിങ്ങളുടെ ബുദ്ധിമുട്ടിന് ഞാൻ സോറി പറയാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ വരികയാണ്. മാത്രല്ല, നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇഫ് യു ഫൈൻഡ് ദ ഹാപ്പിനെസ്, നിങ്ങൾക്ക് സന്തോഷത്തെ കണ്ടുപിടിക്കണമെങ്കിൽ യു ലിവ് വിത്ത് ട്രൂത്ത് ആൻഡ് കറക്റ്റ് ലൈഫ്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ എല്ലാ ടീച്ചിങ്സും മനുഷ്യന് ഷെയർ ചെയ്ത് കൊടുത്തു. അദ്ദേഹം അങ്ങനെ എന്ത് ചെയ്തു അറിയോ? അശോക ബിൽറ്റ് പില്ലേഴ്സ് ഇൻ മെനി പാർട്സ് ഓഫ് ഹിസ് എംപയർ. അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിൽ അദ്ദേഹം ഒരുപാട് പില്ലറുകൾ സ്ഥാപിച്ചു. Then on these stone pillars, the message of Buddhism was carved on to all to read. അങ്ങനെ അദ്ദേഹം ഒരുപാട് പില്ലേഴ്സ് സ്ഥാപിച്ചുവെങ്കിലും അതിലൊരു പില്ലറിന്റെ മുകളിൽ അദ്ദേഹം എന്ത് എഴുതി വെച്ചു? Buddhism was carved for all to read. എന്താ ചെയ്ത അദ്ദേഹം? ബുദ്ധിസത്തിന്റെ മെസ്സേജ് ഓഫ് ബുദ്ധിസം carved on all to read. എല്ലാവർക്കും വായിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പില്ലറിൽ അദ്ദേഹം എന്ത് കൊത്തുപണി എടുത്തു വെച്ചു? ബുദ്ധിസത്തിന്റെ മെസ്സേജ് കൊത്തുപണി ചെയ്യിച്ചു. Then അവിടെ ഉണ്ടായ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്തൂപയാണ്. ഒരുപാട് സ്തൂപങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. അതിൽ ഫേമസ് ആയ സ്തൂപാണ് ഏത്? സാഞ്ചി സ്തൂപ. എന്താണ്? സാഞ്ചി സ്തൂപ. ഒരുപാട് പില്ലേഴ്സും ഒരുപാട് സ്തൂപാസും അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അതില് സ്തൂപങ്ങൾ സ്ഥാപിച്ചപ്പോ അതിലെ അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സ്തൂപയാണ് ഏത്? സാഞ്ചി സ്തൂപ. സാഞ്ചി സ്തൂപ എവിടെയാ? ഭോപ്പാലില് അല്ലെ? സാഞ്ചി സ്തൂപ നിയർ ഭോപ്പാലിനടുത്ത് ഉള്ള സാഞ്ചി സ്തൂപയാണ് ഇമ്പോർട്ടന്റ് സ്തൂപ. ഓക്കെ,
Yes. Next paragraph. Ashoka was a wise and noble king. He built fine buildings and roads. He made many gardens. He got wells dug so that travelers and other people would have enough clean water. He gave medicines to the sick and wood. Sorry, medicine to the sick and food, money and clothing to the needy. He did not allow people to kill any living thing. അദ്ദേഹം എന്ത് ചെയ്തു? നല്ല 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 കാര്യങ്ങൾ ചെയ്തു അദ്ദേഹം. അല്ല ഒരുപാട് കാര്യങ്ങൾ ആര് ചെയ്തു? അശോക ചെയ്തു. എന്താ അദ്ദേഹം ചെയ്തു നോക്ക്. അശോക വാസ് എ വൈസ് ആൻഡ് നോബിൾ കിങ്. ബുദ്ധിമാനായ, വളരെയധികം ബുദ്ധിയുള്ള, ഒരു ഇന്റലിജന്റ് ആയ ഒരു വൈസ് കിങ് ആയിരുന്നു ആര്? അശോക. മനസ്സിലായോ? അശോക വാസ് എ വൈസ് കിങ് ആൻഡ് എ നോബിൾ കിങ്. He built many fine buildings and roads. ഒരുപാട് നല്ല നല്ല ബിൽഡിങ്ങുകള് അതുപോലെ റോഡുകളൊക്കെ ആര് പണിയിപ്പിച്ചു? അശോക പണി കഴിപ്പിച്ചു. മാത്രല്ല he made many gardens. ഒരുപാട് പൂന്തോട്ടങ്ങള്, ഉദ്യാനങ്ങൾ അദ്ദേഹം പണി കഴിപ്പിച്ചു. He got wells dug so that travelers and other people would have enough clean water. ഒരുപാട് കിണറുകൾ പണി കഴിപ്പിച്ചു. എന്തിനു വേണ്ടിയാ കിണറുകൾ പണി കഴിപ്പിച്ചത്? ആവശ്യത്തിന് വെള്ളം ഇല്ലാത്തവർക്ക് വെള്ളം എടുക്കാൻ വേണ്ടി അദ്ദേഹം കിണറുകൾ പണി കഴിപ്പിച്ചു. പിന്നെയോ he gave medicine to the sick. അസുഖം വന്നു കിടക്കുന്നവർക്ക് മരുന്ന് നൽകി. പിന്നെയോ ഫുഡ് കൊടുത്തു. പിന്നെയോ പണം കൊടുത്തു. ദെൻ ക്ലോത്ത്, ഡ്രസ്സ് കൊടുത്തു. ആവശ്യമായ ജനങ്ങൾക്ക്, അതായത് അസുഖം വന്ന് കിടക്കുന്നവർക്ക് മരുന്നും, പിന്നെ ഡ്രസ് ഇല്ലാത്തവർക്ക് ഡ്രസ്സ്, പിന്നെന്താ കൊടുത്തു? മണി, പണം ഇല്ലാത്തവർക്ക് പണം കൊടുത്തു. ഫുഡ് ഇല്ലാത്തവർക്ക് ഫുഡ്. ഇതൊക്കെ ആര് കൊടുത്തു? അശോക കൊടുത്തു. അപ്പൊ അശോക പറയാണ്, മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്തു. എന്താ? നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? യു ഡിഡ്ന്റ് കിൽ എനി ലിവിങ് തിങ്സ്. ജീവനുള്ള ഒരു സാധനങ്ങളെയും നിങ്ങൾ കൊല്ലാൻ പാടില്ല, അല്ലെ? അപ്പൊ അശോക വാസ് എ വൈസ് മാൻ. അശോക വാസ് എ നോബിൾ കിങ്. Then he built many buildings and roads. Then he built gardens. He made gardens. Then he dug many wells to collect water to the needy people. ആവശ്യമുള്ളവർക്ക് വെള്ളം എടുക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് കിണറുകൾ കുടിപ്പിച്ചു. മാത്രമല്ല അദ്ദേഹം he gave medicines to the sick people. Money, food, clothing, etc. to needy people. ആവശ്യമുള്ളവർക്ക് മരുന്ന്, വസ്ത്രം, ഫുഡ്, പണം, ഇതൊക്കെ അദ്ദേഹം കൊടുത്തു. മാത്രമല്ല അദ്ദേഹം എന്ത് പറഞ്ഞു? ജീവനുള്ള ഒരു വസ്തുക്കളെയും കൊല്ലാനും ആരെ അനുവദിച്ചില്ല, അല്ലെ? അപ്പൊ വലിയ യുദ്ധമൊക്കെ നടത്തിയ ആളാണ് ആര്? അശോക. പക്ഷെ ലാസ്റ്റ് ആയപ്പോ അദ്ദേഹം മാറി. അദ്ദേഹം എന്ത് പറഞ്ഞു? ഇനി ജീവനുള്ള ഒരു വസ്തുക്കളെയും നിങ്ങൾ കൊല്ലാൻ പാടില്ല. ആ ഒരു രീതിയിലേക്ക് എത്തി ആര്? നമ്മുടെ അശോക. അങ്ങനെ അശോക died in about 232 BC. Today we remember Ashoka as one of the greatest king of India. അങ്ങനെ അദ്ദേഹം 232 BC-യില് 232 BC-യിൽ ആര് മരിച്ചു? ഷഹബാസേ? അശോക മരിച്ചു. അശോക 232 BC-യില് മരിച്ചു. ഇന്ന് അദ്ദേഹം എന്താ അറിയപ്പെടുന്ന ഒരു വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കിങ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വലിയ രാജാക്കന്മാരില് ഒരാളായി ആരെ അറിയപ്പെടുന്നു? അശോകനെ അറിയപ്പെടുന്നു. മനസ്സിലായോ? എന്താടാ ഷഹബാസേ പറഞ്ഞ മോനെ? മിസ് പേജ് നമ്പർ എത്ര? പേജ് നമ്പർ 187. എന്താ BC എന്ന് പറഞ്ഞാല് മുഹമ്മദേ? BC മീൻസ് ബിഫോർ ക്രിസ്റ്റ്. BCയുടെ ഫുൾ എന്താ? ബിഫോർ ക്രിസ്റ്റ് എന്നാണ് കേട്ടോ മുഹമ്മദേ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ അശോകൻ എപ്പോഴാ മരിച്ചത്? 232 BC-യിലാണ് അശോകൻ മരിച്ചത്. ഇന്ന് അദ്ദേഹത്തെ നമ്മള് എല്ലാവരും നല്ല ബഹുമാനത്തോടെ ഓർമ്മിക്കുന്നു. ഒരുപാട് ഗ്രേറ്റസ്റ്റ് റൂളേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു. അതിൽ ഒരാളാണ് ആര്? അശോക. അപ്പൊ രണ്ടാൾക്കാരെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഒന്നാരായിരുന്നു? സോക്രട്ടീസ്. സെക്കൻഡ് വൺ അശോക ചക്രവർത്തി. മൂന്നാമത്തത് അബ്രഹാം ലിങ്കൺ. കേട്ടിട്ടുണ്ടോ എബ്രഹാം ലിങ്കണിനെ കുറിച്ച്? ആരൊക്കെ കേട്ടിട്ടുണ്ട് എബ്രഹാം ലിങ്കണിനെ കുറിച്ച്? അറിയാം അല്ലെ? കേട്ടിട്ടുണ്ട്. ഓക്കെ. എബ്രഹാം ലിങ്കൺ വാസ് വൺ ഓഫ്, നമ്മുടെ ക്യാമറ ഓഫ് ആയി പോയി അല്ലെ? എബ്രഹാം ലിങ്കൺ വാസ് വൺ ഓഫ് അമേരിക്കാസ് മോസ്റ്റ് ഫേമസ് പ്രസിഡന്റ്. He ended slavery and united the
the United States of America. നമുക്ക് അബ്രഹാം ലിങ്കണിനെ കുറിച്ച് ഓർമ്മ വരുന്ന എന്താണ്? അദ്ദേഹം എന്ത് ചെയ്തു? അമേരിക്കയുടെ ഒരു ഫേമസ് പ്രസിഡന്റ് ആണ് ആര്? അബ്രഹാം ലിങ്കൺ അല്ലെ? അമേരിക്കയുടെ പ്രസിഡന്റ് ആണ് ആര്? എബ്രഹാം ലിങ്കൺ. മാത്രല്ല അദ്ദേഹം എന്ത് നിർത്തലാക്കിയെന്നറിയോ? അടിമത്തം നിർത്തലാക്കിയതാരാണ്? സ്ലേവറി സ്റ്റോപ്പ് ആക്കിയതാരാണ്? എബ്രഹാം ലിങ്കൺ ആണ്. when we heard about Abraham Lincoln, when we heard the name Abraham Lincoln, we can remember slavery and America. So Abraham Lincoln is one of the famous presidents of America. Then he stopped the slavery in the world. Slavery in the world. ലോകത്തിലെ അടിമത്തം നിർത്തലാക്കിയ ആളാണ് ആര്? എബ്രഹാം ലിങ്കൺ. Then Abraham Lincoln was born in 1809 in വായിച്ചോ? Kentucky. എന്താ? എന്തൊക്കെയോ വായിക്കാം അതല്ലേ? Kentucky ഒക്കെ വായിക്കാം. എന്താ വായിക്കാതെ? എന്താ വായിക്കാം? ഒരു കാര്യം അത് ആ ഒരു നമ്മുടെ 187 പേജിൽ അബ്രഹാം ലിങ്കണിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ പെട്ടെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരും. അബ്രഹാം ലിങ്കൺ എന്നുള്ളത് വായിച്ചു നോക്കാം. ആ ഒരു പേജ്, അതായത് 3 പാരഗ്രാഫ് ഉണ്ട്, വായിച്ചു. Kentucky, 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 Kentucky. ഓക്കെ, വായിക്കാൻ കിട്ടിയോ? എന്താ വായിച്ചേ? കേന്തുക്കിന്നോ കെൻടക്കിന്നൊക്കെ എന്താ വായിച്ചത്? നോക്ക് മക്കളെ, ശ്രദ്ധിക്ക്. Abraham Lincoln was born in 1809 in Kentucky. എന്താ വായിക്കുക? Kentucky. Kentucky. His father was a farmer. As a child, he was so busy helping his father on the farm that he had no time to go to school. His mother taught him to read and write. അദ്ദേഹത്തിന്റെ ജീവിതം നിങ്ങളെ പോലെയൊന്നും അല്ല. Is too difficult. അല്ലെ? അദ്ദേഹത്തിന്റെ ജീവിതം വളരെ കഷ്ടപ്പാടായിരുന്നു. നോക്ക്, അദ്ദേഹം പറയണേ, അബ്രഹാം ലിങ്കൺ എപ്പോഴും ജനിച്ചു? അബ്രഹാം ലിങ്കൺ വാസ് ബോൺ ഓൺ 1809, 1809 കെൻചുങ്കി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അബ്രഹാം ലിങ്കൺ ബോൺ ഓൺ 1809 ഇൻ കെൻചുങ്കി. അദ്ദേഹത്തിന്റെ അച്ഛൻ, ഹിസ് ഫാദർ വാസ് എ ഫാർമർ. അദ്ദേഹത്തിന്റെ ഫാദർ ആരായിരുന്നു? ഒരു ഫാർമർ ആയിരുന്നു, ഒരു കൃഷിക്കാരനായിരുന്നു. Then this Abraham Lincoln always helping his father in the farm. അദ്ദേഹം എപ്പോഴും ഫാമിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫീൽഡിൽ എപ്പോഴും അച്ഛനെ സഹായിക്കലായിരുന്നു. ആരുടെ ജോലി? അബ്രഹാം ലിങ്കണിന്റെ ജോലി. മനസ്സിലായോ? 1809 കെൻചുങ്കി എന്ന സ്ഥലത്ത് ജനിച്ച അബ്രഹാം ലിങ്കണിന്റെ അച്ഛൻ ഒരു ഫാർമർ ആയിരുന്നു. His father is a farmer. His father was a farmer and this Abraham Lincoln always helping his father in the farm. അദ്ദേഹം എപ്പോഴും എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ അച്ഛനെ സഹായിക്കുകയായിരുന്നു. അങ്ങനെ thus he had no time to go to school. അങ്ങനെ അദ്ദേഹത്തിന് എന്തില്ല? സ്കൂളിൽ പഠിക്കാൻ പോകാനുള്ള സമയം ഇല്ല. He had no time to study. പഠിക്കാൻ സമയമില്ല. Then his mother taught him to read and write. അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും പഠിപ്പിച്ച ആരാ? സ്കൂളിൽ പോയിട്ടാണോ അദ്ദേഹം പഠിച്ചത്? അല്ല, അദ്ദേഹത്തിന്റെ അമ്മയാണ് അദ്ദേഹത്തെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത്. Yes. Then later, പിന്നീട് Abraham found that all slaves were treated poorly. They were given no wages and were forced to work in the fields the whole day.
If they tried to run away, they were hurtlessly beaten. എന്താ പറഞ്ഞേ? അദ്ദേഹത്തിന് ഒടുവിൽ മനസ്സിലായി. എന്താ മനസ്സിലായേ? ലേറ്റർ പിന്നീട് അബ്രഹാം ലിങ്കൺ ഫൗണ്ട് ദാറ്റ് ഓൾ സ്ലേവ്സ് വർ ട്രീറ്റഡ് ബാഡ്ലി. അദ്ദേഹത്തിന് എന്ത് മനസ്സിലായെന്നറിയോ? അടിമകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടോ? അടിമകളൊക്കെ പീഡിപ്പിക്കപ്പെടുന്നവരാണ് അല്ലെ? ഓണേഴ്സ് എന്ത് ചെയ്യുന്നു? അടിമകളെ പീഡിപ്പിക്കുന്നു എന്ന് ആർക്ക് മനസ്സിലായി? അബ്രഹാം ലിങ്കണ് മനസ്സിലായി. ഫൈനലി he understood, he have understood all slaves have treated badly. മോശമായി എല്ലാവരും ഓണേഴ്സ് അവരെ പണിയെടുപ്പിക്കുകയാണെന്ന് ആർക്ക് മനസ്സിലായി? അബ്രഹാം ലിങ്കണ് മനസ്സിലായി. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു കാര്യം കൂടെ മനസ്സിലായി. എന്താ? they were given no wages. അവർക്ക് എന്ത് കിട്ടുന്നില്ല? പണിയെടുത്താൽ എന്ത് കൊടുക്കുന്നില്ല? ഓണേഴ്സ് സാലറി അല്ലെങ്കിൽ ശമ്പളം കൊടുക്കുന്നില്ല. ശമ്പളം കൊടുക്കാതെ ഫുൾ ടൈം പണിയെടുപ്പിച്ച് കൊല്ലുകയാണ് ആരെ? സ്ലേവ്സിനെ എന്ന് ആർക്ക് മനസ്സിലായി? അബ്രഹാം ലിങ്കണ് മനസ്സിലായി. ഒരു ദിവസം അല്ലെങ്കിൽ ദിവസം മുഴുവൻ പണിയെടുപ്പിക്കും. പറഞ്ഞ് തല്ലി ഒക്കെ പണിയെടുപ്പിച്ചിട്ട് ശമ്പളം കൊടുക്കാതെ നിൽക്കുന്ന ആൾക്കാരാണ് ആരെയാണ് അങ്ങനെ ചെയ്യുന്നത്? സ്ലേവ്സിനെ അങ്ങനെ ചെയ്യാണെന്ന് മനസ്സിലായ അദ്ദേഹം മാത്രല്ല എന്ത് ചെയ്യും? ഹേർട്ട്ലെസ്ലി ബീറ്റൻ. ഹൃദയത്തിന് ഒരു മനസാക്ഷി ഇല്ലാതെ തല്ലി അല്ലെ? മനസാക്ഷി ഇല്ലാതെ തല്ലി ഓവർലോഡ് പണിയെടുപ്പിച്ച് ശമ്പളം കൊടുക്കാതെ ആരെ പണിയെടുപ്പിക്കുന്നത്? സ്ലേവ്സിനെ പണിയെടുപ്പിക്കുന്ന ആർക്ക് മനസ്സിലായി? നമ്മുടെ അബ്രഹാം ലിങ്കണ് മനസ്സിലായി. Then one day, ഒരു ദിവസം, Abraham heard the speech of a famous lawyer and was deeply impressed. He then took up law as a career. People soon discovered that he not only worked very hard, but he was also extremely honest. This earned him the nickname Honest Abe. He was always willing to help the poor. Lincoln was elected the President of the United States of America in 1860. ഒരു ദിവസം, one day, Abraham heard the speech of a famous lawyer. അദ്ദേഹം ഒരു ദിവസം എന്ത് ചെയ്തു? ഒരു പ്രശസ്തനായ ഒരു വക്കീലിന്റെ പ്രസംഗം ആര് കേട്ടു? One day he listened. He have heard a speech of a famous lawyer. ഒരു പ്രശസ്തനായ വക്കീലിന്റെ പ്രസംഗം അബ്രഹാം ലിങ്കൺ കേട്ടു. അദ്ദേഹത്തിന് അത് വല്ലാതെ മനസ്സിൽ കൊള്ളിച്ചു. ഒരു പ്രസംഗം അദ്ദേഹത്തെ നന്നായി സ്വാധീനിച്ചു. People soon discovered that he not only worked very hard, but he was also extremely honest. അദ്ദേഹത്തിന് മനസ്സിലായി. എന്താ? ജനങ്ങളെ അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല? പണം കൊടുക്കാതെ അല്ലെങ്കിൽ ഒരേ പണി എടുപ്പിക്കാൻ പാടില്ല അല്ലെ? എപ്പോഴും ഫുൾ ടൈം പണിയെടുപ്പിച്ച് ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് ആർക്ക് മനസ്സിലായി? നമ്മുടെ അബ്രഹാം ലിങ്കണ് മനസ്സിലായി. This earned him the nickname. അങ്ങനെ അദ്ദേഹം ഒരു പേര് അദ്ദേഹം ഒരു പേര് സമ്പാദിച്ചു. എന്താണത്? ഹോണസ്റ്റ് അബേ. ഹോണസ്റ്റ് അബേ. Then he was always willing to help the poor. അങ്ങനെ എപ്പോഴും ഇദ്ദേഹം ആരെ സഹായിക്കാൻ തയ്യാറായിരുന്നു? പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ തയ്യാറായിരുന്നു. Then Lincoln was elected the President of United States of America in 1860. അങ്ങനെ 1860 അബ്രഹാം ലിങ്കൺ എന്തായി തെരഞ്ഞെടുത്തു? പ്രസിഡന്റ്, അമേരിക്കയുടെ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുത്തു. മനസ്സിലായോ? അങ്ങനെ അബ്രഹാം ലിങ്കൺ ഇങ്ങനെയൊക്കെ ആകാൻ കാരണം എന്താ? അദ്ദേഹം ഒരു ദിവസം ഒരു പ്രശസ്തനായ വക്കീലിന്റെ പ്രസംഗം കേട്ടു. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി. എന്താ? പാവങ്ങളെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കാൻ പാടില്ല, കഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് മനസ്സിലായ അദ്ദേഹം earned him the nickname. ഒരു നിക്നെയിം സമ്പാദിച്ചു. അതാണ് ഹോണസ്റ്റ് ആബേ എന്നാണ് ആ നിക്നെയിം. അതായത് മറ്റൊരു പേര്. അങ്ങനെ 1860 1800 എത്രയിലാണ് അദ്ദേഹം ജനിച്ചത്? 1809 അദ്ദേഹം ജനിച്ചല്ലേ? 51 വയസ്സിൽ 51 ഏജിൽ അദ്ദേഹം ആരായി സെലക്ട് ചെയ്തു? അമേരിക്കയുടെ പ്രസിഡന്റ് ആയി സെലക്ട് ചെയ്തു. വായിച്ചു നോക്കിയ പെട്ടെന്ന് ആ രണ്ട് പാരഗ്രാഫ്. പെട്ടെന്ന്
വായിച്ചു നോക്കുവാനെ എബിനെ അല്ല എബിനെ. ഓക്കെ, ബാക്കി നിങ്ങൾ ക്ലാസ്സിൽ കഴിഞ്ഞു വായിക്കും കേട്ടോ. ശ്രദ്ധിക്കേ, പീപ്പിൾ ഇൻ ദ നോർത്തേൺ സ്റ്റേറ്റ്സ് were opposed to slavery while those in the southern states needed slaves to work on the cotton plantations. Soon a civil war broke out. അതായത് അങ്ങനെ നമ്മുടെ അബ്രഹാം ലിങ്കൺ സ്ലേവറി നിർത്തലാക്കാനുള്ള ഒരു പുറപ്പാടിലായിരുന്നു. അങ്ങനെ പീപ്പിൾ ഇൻ ദ നോർത്തേൺ സ്റ്റേറ്റ്സ് were opposed. അദ്ദേഹത്തിന് ഒപ്പോസ് ആയിരുന്നു ആര്? നോർത്തേൺ നോർത്തേൺ സ്റ്റേറ്റ്സ് ഉള്ള ജനങ്ങള് എന്തിന്? ഈ സ്ലേവറിക്ക് ഒപ്പോസ് ആയിരുന്നു. കാരണം ടു സ്ലേവറി വൈൽ ദോസ് ഇൻ ദ സദേൺ സ്റ്റേറ്റ്, സദേൺ സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് എന്ത് വേണമെന്നറിയോ? എന്ത് വേണം? അതായത് നമ്മുടെ നോർത്തേൺ സ്റ്റേറ്റിലുള്ള ആൾക്കാർ ഒപ്പോസ് ചെയ്തു. സദേൺ സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? അവർക്ക് കോട്ടൺ പ്ലാന്റേഷനിലേക്ക് ആൾക്കാരെ വേണം, അല്ലെ? പണിയെടുപ്പിക്കാൻ കോട്ടൺ പ്ലാന്റേഷനിലേക്ക് ആൾക്കാരെ വേണം. അപ്പൊ ഈ അടിമത്തം നിർത്തലാക്കി കഴിഞ്ഞാൽ അങ്ങനെ പണിയെടുപ്പിക്കാൻ ആൾക്കാരെ കിട്ടുമോ? ഇല്ല, അല്ലെ? കൂലിയൊന്നും കൊടുക്കാതെ ഇഷ്ടത്തിനനുസരിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭക്ഷണവും കൊടുക്കാതെ വെള്ളവും കൊടുക്കാതെ ക്യാഷും കൊടുക്കാതെ എല്ലാ പണിയെടുപ്പിക്കണമെങ്കിൽ ആരെ കൊണ്ടേ പറ്റുള്ളൂ? സ്ലേവ്സിനെ കൊണ്ടേ പറ്റുള്ളൂ. അപ്പൊ സ്ലേവറി നിർത്തലാക്കി കഴിഞ്ഞാൽ അവർക്ക് കോട്ടൺ പ്ലാന്റേഷനിലേക്ക് പണിക്കാരില്ലാതാവും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരിതിനെ ഒപ്പോസ് ചെയ്തു, സപ്പോർട്ട് ചെയ്തില്ല. ഇൻ 1862 1862 while the war was still on, അങ്ങനെ ഒരു യുദ്ധം, സിവിൽ വാർ രൂപം കൊണ്ടു. മനസ്സിലായോ? അതായത് സിവിൽ വാർ രൂപം കൊള്ളാനുള്ള കാരണം ഇതായിരുന്നു. അബ്രഹാം ലിങ്കണ് അടിമത്തം സ്ലേവറി സ്റ്റോപ്പ് ചെയ്യണം. പക്ഷെ സദേൺ സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് അത് പറ്റില്ല. കാരണം സദേൺ സ്റ്റേറ്റിലെ കോട്ടൺ പ്ലാന്റേഷനിൽ പണിയെടുക്കാൻ വേണ്ടി സ്ലേവ്സിനെ ആവശ്യമുള്ളത് കൊണ്ട് അവര് നമ്മുടെ അബ്രഹാം ലിങ്കണിനെ സപ്പോർട്ട് ചെയ്തില്ല. മനസ്സിലായോ? അങ്ങനെ സദേൺ സ്റ്റേറ്റിലുള്ള ആൾക്കാരും അബ്രഹാം ലിങ്കണും തമ്മിൽ ഒരു ചെറിയൊരു സിവിൽ വാർ ഉണ്ടായി. ഇൻ 1862 1862 while the war was still on, Abraham Lincoln declared that from that time onwards all slaves would be free. The next year the war ended, giving the northern armies a decisive victory. Lincoln managed to carry out what he wanted to do the most. He abolished slavery and united the northern and southern states together as United States of America. He became the most popular president of the United States of America. അങ്ങനെ അദ്ദേഹം എന്താ ചെയ്തേ? അടിമത്തം നിർത്തലാക്കി, അല്ലെ? സ്ലേവ്സിനെ പണിയെടുപ്പിക്കുന്നത് ഇല്ലാതാക്കി. അങ്ങനെ in 1862 war was still on. Abraham Lincoln declared ചെയ്തു. അതായത് from the time onwards all slaves would be free. 1862 അദ്ദേഹം ഒരു ഡിക്ലറേഷൻ നടത്തി. എന്താ? ഈ സമയം മുതലേ എല്ലാ സ്ലേവ്സും ഫ്രീ ആണ്, അല്ലെ? ഈ ദിവസം 1862 അദ്ദേഹം ഒരു ഡിക്ലറേഷൻ നടത്തിയാണ്. ഈ സമയം മുതലേ എല്ലാ അടിമകളും ഫ്രീ ആണ്. ആരെ കൊണ്ടും അടിമത്തം അല്ലെങ്കിൽ അടിമപ്പണി ചെയ്യിക്കാൻ സാധിക്കില്ല. The next year the war ended. അദ്ദേഹം 1862 അങ്ങനെ ഡിക്ലെയർ ചെയ്തു. അടുത്ത വർഷം തൊട്ട് എന്തില്ല? യുദ്ധമില്ല. യുദ്ധം നിന്നു, യുദ്ധം തീർന്നു. കാരണം അദ്ദേഹം പ്രഖ്യാപിച്ചു എന്താണ്? സ്ലേവറി സ്റ്റോപ്പ്, അല്ലെ? സ്ലേവറി അടിമത്തം നിർത്തലാക്കി എന്നത് പ്രഖ്യാപിച്ചതോടുകൂടി യുദ്ധം അവിടെ അവസാനിച്ചു. ദെൻ അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? ലിങ്കൺ മാനേജ്ഡ് ടു ക്യാരി ഔട്ട് വാട്ട് ഹി വാണ്ടഡ് ടു ഡു ദ മോസ്റ്റ്. ലിങ്കൺ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. എന്താ അദ്ദേഹം ചെയ്തേ? നോർത്തേണും സദേണും, നോർത്തേൺ സ്റ്റേറ്റിലെ ആൾക്കാരും സദേൺ സ്റ്റേറ്റിലെ ആൾക്കാരെ നമ്മൾ കാര്യം പറഞ്ഞില്ലേ? അപ്പൊ നോർത്തേൺ സ്റ്റേറ്റിനെയും സദേൺ സ്റ്റേറ്റിനെയും കൂടി അദ്ദേഹം ഒരുമിച്ച് കൊണ്ടുവന്നു. നോർത്തേൺ സ്റ്റേറ്റിനെയും സദേൺ സ്റ്റേറ്റിനെയും കൂടി അദ്ദേഹം കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് അതിന്റെ പേരെന്താക്കിയെന്നറിയോ? യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. എന്താക്കിയത്?
യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക അല്ലെങ്കിൽ USA എന്നാക്കി മാറ്റി. നോർത്തേൺ സ്റ്റേറ്റിലുള്ള ആൾക്കാരെയും സദേൺ സ്റ്റേറ്റിലുള്ള ആൾക്കാരെയും ഒരുമിച്ച് അദ്ദേഹം ഒരു പേര് കണ്ടെത്തി, ഒരുമിച്ചാക്കി. എന്താണിത്? നോർത്തേൺ സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. നോർത്തേൺ സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. Then next paragraph, one night, ഒരു ദിവസം രാത്രി, when everybody in Washington was happy that the war was over and that peace had been declared, Lincoln and his wife had gone to a theater to watch a play. Halfway through the show, a man called John Wilkes Booth shot Lincoln. His death in 1865 was mourned all over the world. എന്തെങ്കിലും മനസ്സിലായോ? അത് വായിച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. One night, ഒരു ദിവസം രാത്രി, when everybody in Washington, വാഷിംഗ്ടൺ എന്ന സ്ഥലത്തെ എല്ലാ ആൾക്കാരും was happy, സന്തോഷത്തിലായിരുന്നു. That the war was over and that peace had been declared. യുദ്ധം അവസാനിച്ചു, സമാധാനത്തിലായി അല്ലേ? അപ്പൊ അതുകൊണ്ട് യുദ്ധമൊക്കെ സ്ലേവറി ഒക്കെ അവസാനിച്ച് സ്ലേവ്സിനൊക്കെ ഹാപ്പിയായി. അത് മാത്രല്ല, യുദ്ധഭൂമിയൊക്കെ അവസാനിച്ച് നല്ല എന്താ പറയാ, ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ വന്നപ്പം ഓൾ പീപ്പിൾ ആർ ഹാപ്പി, എല്ലാ ആൾക്കാരും വളരെ സന്തോഷത്തിലായിരുന്നു. ലിങ്കൺ ആൻഡ് ഹിസ് വൈഫ്, ലിങ്കണും അബ്രഹാം ലിങ്കണും അദ്ദേഹത്തിന്റെ വൈഫും had gone to a theater to watch a play. ഒരു പ്ലേ കാണാൻ വേണ്ടി, ഒരു നാടകം അല്ലെങ്കിൽ ഒരു പ്ലേ കാണാൻ വേണ്ടി, നാടകമല്ല, ഒരു പ്ലേ, ഒരു കളി കാണാൻ വേണ്ടി അബ്രഹാം ലിങ്കണോ അദ്ദേഹത്തിന്റെ വൈഫും കൂടെ പോകുമായിരുന്നു. പോയി. അപ്പം ഹാഫ് വേ, പകുതി എത്തിക്കഴിഞ്ഞു, പകുതി വഴിയിൽ വെച്ചിട്ട് halfway through the show, a man called John Wilkes Booth shot Lincoln. എന്താ ഇത് എന്ത് പറ്റി എന്ന് പറഞ്ഞത്? ജോൺ വിൽക്കസ് ബൂത്ത് ഷോട്ട് ലിങ്കൺ. എന്താ ഷോട്ട് എന്ന് പറഞ്ഞാല്? ഷോട്ട് മീൻസ്, ഷോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വെടിവെച്ചു അല്ലേ? യെസ്. എ മാൻ കോൾഡ് ജോൺ വിൽക്കസ് ബൂത്ത്. ജോൺ വിൽക്കസ് ബൂത്ത് എന്ന പേരുള്ള ഒരു വ്യക്തി ഷോട്ട് ലിങ്കണിനെ വെടിവെച്ചു. Then his death in 1865, 1865 അദ്ദേഹം മരിച്ചു. Was mourned all over the world. ലോകത്തെ മുഴുവൻ ദുഃഖത്തിലാക്കി. 1865 അദ്ദേഹം മരിച്ചു. അപ്പൊ നമ്മൾ ഈ ലെസണിൽ 3 ഫേമസ് അല്ലെങ്കിൽ ഗ്രേറ്റ് പീപ്പിളിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് സോക്രട്ടീസ്, അബ്രഹാം ലിങ്കൺ, എംപറർ അശോക. ഓക്കെ അല്ലേ? ഹന്ന ഒന്ന് ഒച്ചത്തിൽ വായിച്ചേ. ഹന്ന, നിങ്ങൾ കൂടെ വായിച്ചോ? ഹന്ന വായിച്ചു കൊടുത്താട്ടെ, ഇവർക്ക് വായിച്ചു കൊടുക്ക, അവർ കൂടെ വായിക്കും. ഇന്ന് പഠിപ്പിച്ചോട്ടാ വായിക്കണ്ടേ? ഇന്ന് പഠിപ്പിച്ചത്. During these journeys, Ashoka would meet the common people and listen to their troubles. He would also ലക്ഷ്മിപ്രിയ, ഷിസ, അതുൽ, നിങ്ങൾക്കും കൂടെ വായിക്കാൻ വേണ്ടിയാണ് ഹന്നനെ കൊണ്ട് വായിപ്പിക്കുന്നത്. കൂടെ വായിച്ചോ? യെസ്, ഹന്ന വായിച്ചോ. He would also teach them, saying, "You can find happiness if you live a truthful and correct life." In order to spread the teachings of the Buddha, Ashoka built pillars in many parts of his empire. On these strong pillars, the message of Buddhism was served for all to read. At many important Buddhist centers, he built stupas. The most famous of these stupas is at Sanji near Bhopal. Ashoka sent preachers to other countries like Sri Lanka and Myanmar. The people of these countries became followers of Buddhism. In course of time, Buddhism became the most popular religion in Asia. Ashoka was a wise and noble king. He built fine buildings and roads.
He made many gardens. He got wells dug so that travelers and other people would have enough clean water. He gave medicines to the sick and the money and clothing to the needy. He did not allow people to kill any living thing. Ashoka died in about 282 BC. Today we remember Ashoka as one of the greatest kings of India. Abraham Lincoln. Abraham Lincoln was one of the America's most famous presidents. He ended slavery and united the United States of America. Abraham Lincoln was born in 1809 in Kentucky. His father was a farmer. As a child, he was so busy helping his father on the farm that he had no time to go to school. His mother taught him to read and write. Later, Abraham found that all slaves were treated poorly. They were given no wages and were forced to work in the fields the whole day. If they tried to run away, they were helplessly beaten. One day, Abraham heard the speech of a famous lawyer and was deeply impressed. He then took up law as a career. People soon discovered that he not only worked very hard, but he was also extremely honest. This earned him the nickname Honest Abe. He was always willing to help the poor. Lincoln was elected the President of the United States of America in 1860. People in the northern states were opposed to slavery, while those in the southern states used slaves to work on their cotton plantation. Soon a civil war broke out. In 1862, while the war was still on, Abraham Lincoln declared that from that time onwards, all slaves would be free. The Okay. next year, മോളെ പ്ലീസ് സ്റ്റോപ്പ് ദർ. നമ്മുടെ ടൈം കഴിയാനായി. അടുത്ത ക്ലാസ് അവർക്ക് തുടങ്ങണ്ടേ? 3 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാൻ, നന്നായി ടെക്സ്റ്റ് വായിക്കുക. ഈ ടെക്സ്റ്റ് വായിച്ചിട്ട് ഓഡിയോ എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരണേ. കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്. ഇനിയുള്ള ലെസൺസ് ഒക്കെ നിങ്ങൾക്ക് ഇത്രയുള്ളത് പോലെയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളാണ്. കണ്ടില്ലേ? ഇനി 6ാം ക്ലാസ്സിലേക്കുള്ള പടി കയറുകയാണ്. അതുകൊണ്ട് 5ന്റെ ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് നന്നായി വായിക്കുക ടെക്സ്റ്റ്. വായിച്ച് മിസ്സിനൊന്ന് ഓഡിയോ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ബൈ ബൈ, സി യു.